ഹലോ ഗൈസ്, മഹാലക്ഷ്മിയിൽ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് ആകുമോ സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ മേഘനാഥൻ നമ്മുടെ മഞ്ജുവിൻ്റെ അടുത്ത് കുറേ കള്ളങ്ങളൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞ് ഏകദേശം നമ്മുടെ മഞ്ജുവിനെ ഇങ്ങനെ വിശ്വസിപ്പിച്ചൊക്കെ നിർത്തുന്നുണ്ട്. പക്ഷെ മഞ്ജുവിന് മനസ്സിലായി നമ്മുടെ മേഘയേട്ടൻ വെറും ഒരു ചതിയനാണ്. കണ്ണേട്ടനും മഹാലക്ഷ്മിയും തൻ്റെ ഏടത്തിയും പറഞ്ഞതാണ് സത്യം എന്ന് നമ്മുടെ മഞ്ജുവിന് മനസ്സിലാകുന്നുണ്ട്. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ മേഘനാഥൻ സാഗറിനെ വിളിച്ച് കുറേ ചീത്തയൊക്കെ പറയുന്നത്, നീയാണോ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി അവളുടെ ഫോട്ടോ അയച്ചു കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് നമ്മുടെ മഞ്ജു കേട്ടു. അപ്പോൾ നമ്മുടെ മഞ്ജു ഉള്ളിൽ പറയുന്നുണ്ട്, മേഘേട്ടൻ എന്നെ പറ്റിക്കാൻ വേണ്ടി കുറെ കള്ളങ്ങൾ പറയുന്നതാ, കണ്ണേട്ടൻ പറയുന്നതാ ശരി എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ മേഘനാഥൻ നമ്മുടെ കമലേശ്വരത്ത് പോയി നമ്മുടെ കണ്ണനാണ് ഈ ഫോട്ടോ അയച്ചതെന്നുള്ള രീതിയിൽ കണ്ണനെ കുറെ ചീത്തയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യവും അറിഞ്ഞിട്ടില്ല, നിങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടി ഞാനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല, കാര്യം എന്താണെന്ന് എനിക്ക് അറിയാൻ വേണ്ട, നീ നിന്റെ പാടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എന്താ പറയുക, മേഘനാഥൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുക. അപ്പം നമ്മുടെ കരുണ പറയുന്നുണ്ട്, നിങ്ങളുടെ വിവാഹം എന്താ പറയുക, ഒട്ടും ഇഷ്ടമില്ലാതെ നടന്നതല്ലേ, കണ്ണിയനും മഹാലക്ഷ്മിക്ക് ഇഷ്ടമില്ലാതെ നടന്നതല്ലേ, അതുകൊണ്ട് നിങ്ങളെ പിരിക്കാൻ അവർ എന്ത് പണിയും ചെയ്യും എന്നൊക്കെ നമ്മുടെ കരുണയും ദുർഗാമ്മയും കൂടി നമ്മുടെ മേഘനാഥൻ്റെ അടുത്ത് പറയുന്നുണ്ടേ. ഇനി ആയിരിക്കും ട്വിസ്റ്റ് വരാൻ പോകുന്നത്. കാരണം നമ്മുടെ മഞ്ജു വന്ന് കമലേശ്വരത്ത് വന്ന് നമ്മുടെ ദുർഗാമ്മയോടും കരുണയോടും നമ്മുടെ മേഘനാഥൻ്റെ സ്വഭാവത്തെപ്പറ്റി പറയുമ്പോഴായിരിക്കും ഇവർക്ക് ബോധ്യമാകുന്നത് ഇവർ തന്നെയായിരുന്നു ശരിയെന്നുള്ളത്, നമ്മുടെ മേഘനാഥൻ വെറും വൃത്തികെട്ടവനാണെന്നുള്ളൊരു കാര്യം മനസ്സിലാകുന്നത്. അങ്ങനെ നമ്മുടെ ദുർഗാമ്മയും കരുണയും തന്നെയായിരിക്കും ചിലപ്പോൾ മേഘനാഥൻ പിന്നീട് ആ വീട്ടിൽ വരുമ്പോൾ അടിച്ചിറക്കാൻ പോകുന്നത്. ഇറങ്ങടാ വെളിയിൽ നിന്നും പറഞ്ഞിട്ടല്ലേ കൂട്ടുകാരെ. അങ്ങനത്തെ ഒരു രംഗം ഭയങ്കര ഒരു രസമായിരിക്കും അല്ലേ. കാത്തിരുന്ന് തന്നെ കാണോട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.